കോട്ടൺ മെറ്റീരിയൽസിലുള്ള കളക്ഷൻ അതും സൗത്ത് ഹാൻഡ്ലൂം ഇക്കത്ത് കോട്ടണിൽ. അതിനെ ഡിഫറെൻ്റ് ആക്കുന്നതിൻ്റെ ഇതുണ്ടോ, ഈ യോക്ക് പോർഷൻ ആണ് ഹെവി എച്ച്റാക്ക് പാച്ചിൽ മിറേഴ്സും ഫ്രഞ്ച് നോട്ട്സും കൊണ്ടുള്ള ഒരു ചെറിയ ഹാൻഡ് വർക്ക് പോയിട്ടുണ്ട്. ചെറിയ ഫംഗ്ഷൻസിനൊക്കെ യൂസ് ചെയ്യും. ഫാസ്റ്റ് മൂവിങ് പാറ്റേൺ ആണ്. നമ്മൾ നോർമൽ കോട്ടണിൽ ഈ ടൈപ്പ് പാറ്റേൺ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇത് ഇക്കത്ത് കോട്ടൺ ആണ്. ആ ഒരു ഡിഫറൻസേ വന്നിട്ടുള്ളൂ. കളേഴ്സ് റിപ്പീറ്റഡ് ആണ്. 2 ഡിസൈൻ ബ്ലാക്കും മെറൂണിൻ്റെ ഒരു കോമ്പിനേഷൻസിലാണ് കൊടുത്തേക്കുന്നത്. സോ ഫസ്റ്റ് വൺ ബ്ലാക്ക് ആണ്. ബ്ലാക്കിൽ 2 ഡിസൈൻ വരുന്നുണ്ട്. അതിൽ ഡിസൈനിന് വ്യത്യാസമില്ല, ഈ ഇക്കത്ത് പാറ്റേണിനാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. യോക്കെല്ലാം ഒരുപോലെ തന്നെയാണ്. അപ്പം ഇതിലെ ഡിസൈൻ നോക്കിയോളൂ. അതുണ്ടല്ലോ ഈ ഒരു സ്റ്റൈൽ ഓഫ് ഇക്കത്ത് വീവിങ് ആണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ഇക്കത്ത് വീവിങ് ഉണ്ട് വിത്ത് ഇതുപോലെ ഒരു എഡ്ജ്റാക്ക് ബോർഡർ പാച്ച് ഇതിൽ താഴെ ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. ഇത് വേണ്ടെങ്കിൽ നമുക്ക് സ്ലീവ്സ് വേണമെങ്കിൽ കൊടുക്കാം, അത് നിങ്ങളുടെ ചോയ്സ്. ഇതാണ് യോക്ക് വന്നിരിക്കുന്നത്. യോക്കിൽ എഡ്ജ്റാക്ക് കോട്ടൺ പാച്ച് കൊടുത്തിട്ട് അതിൽ മിറേഴ്സും ഫ്രഞ്ച് നോട്ട്സും കൊണ്ടുള്ളൊരു യോക്കാണ് സെറ്റ് ചെയ്തേക്കുക. ദുപ്പട്ട നമ്മുടെ കോട്ട ചെക്സ് ആണ്. ഈ ഒരു ലുക്കിൽ വരും കോട്ട ചെക്സ്. അതിൽ ഫുള്ളും ബ്ലോക്ക് പ്രിന്റഡ് പാറ്റേണും. ഇതാണ് എൻ്റെ ഓവറോൾ ലുക്ക്. ബോട്ടം കോട്ടണിൽ തന്നെ ബ്ലാക്ക് ഷെയ്ഡ്. ഇത് സെക്കൻഡ് ബ്ലാക്ക് കണ്ടില്ലേ, ഇത് പെട്ടെന്ന് നോക്കുമ്പോൾ മനസ്സിലാവുക ഡിഫറൻസ്. ഇതിൽ മൾട്ടി കളർ കുറച്ചുകൂടെ ഹെവി ഇക്കത്ത് വീവിങ് ആണ് കൊടുത്തിരിക്കുന്നത്, മൾട്ടി കളർ. ബാക്കിയെല്ലാം ഡീറ്റെയിലിംഗ് സെയിം ആണ്. ഡയമണ്ട് പാച്ച് ഉണ്ട്, യോക്കിൽ അജ്രാക്ക് പാച്ച് വിത്ത് മിറേഴ്സും ഫ്രഞ്ച് നോട്ട്സും കൊണ്ടുള്ള ഹാൻഡ് വർക്ക് പാക്കിലും വരുന്നുണ്ട്. ഇക്കത്ത് വീവിങ്ങിൽ മാത്രം ആ ഒരു ഡിഫറൻസ് വന്നിട്ടുള്ളൂ. ഇന്നും ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കും. ദുപ്പട്ട സെയിം തന്നെ ഇതുണ്ടല്ലേ, ബ്ലോക്ക് പ്രിന്റ് വരുന്ന കോട്ട ദുപ്പട്ടയാണ്. ബേസ് ആയിട്ട് സെൻറ്റർ പോർഷൻ ഫുള്ളും ഓഫ് ആയിട്ടും ബോർഡറിൽ ബ്ലാക്ക് ബോർഡർ കൊടുത്തേക്കുന്നു. കോട്ടൺ ബോട്ടം. ഇതാണ് ലുക്ക്. സോ അടുത്തത് ഈ ഒരു കളർ ഷെയ്ഡാണ്. ഇത് പക്ക മെറൂൺ അല്ല, എന്നാലും ഓൾമോസ്റ്റ് മെറൂൺ കളർ ഷെയ്ഡ് എന്ന് പറയാം. മെറൂൺ അല്ല, ബർഗണ്ടി ഷെയ്ഡാണ്. ഇത് നമ്മൾ ഫസ്റ്റ് കണ്ട ബ്ലാക്കിൻ്റെ ആ സെയിം ഇക്കത്ത് വീവിങ് ആണ്. ഉണ്ടോ, ഈ ഒരു വീവിങ് ആണ് ഇതിൽ വന്നേക്കുന്നത്. യോക്ക് പാച്ച് സെയിം അച്രാക്ക് കോട്ടൺ വിത്ത് മിറേഴ്സും ഫ്രഞ്ച് നോട്ട്സും കൊണ്ടുള്ള ഹാൻഡ് വർക്ക്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു യോക്കാണ് വിത്ത് ഡയമണ്ട് ബോർഡർ കൊടുത്തിട്ടുണ്ട്. ദുപ്പട്ടയിൽ വരുമ്പം ബേസ് ആയിട്ട് സെൻറ്റർ പോർഷൻ ഓഫ് വൈറ്റ്, ബോർഡർ ബേസ് കളർ കൊടുത്തേക്കുന്നു, ആ ഒരു ബർഗണ്ടി കളർ. ഇതാണ് അതിൻ്റെ ലുക്ക്. 1395 1395 ആണ് പ്രൈസ് വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ഇതിലെ സെക്കൻഡ് ഡിസൈൻ ഇതാണ്. നമ്മൾ മുന്നേ കണ്ട ബ്ലാക്കിൻ്റെ വീവിങ് കുറച്ചും കൂടെ വലുപ്പമുള്ളതായിരുന്നു. ഇത് കുറച്ചും കൂടെ മൾട്ടി കളർ വീവിങ്, കുറച്ചുകൂടെ ചെറുതായിട്ടാണ് ചെയ്തേക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം 2 കളർ ഷെയ്ഡ്സ് 4 ഇക്കത്ത് വീവിങ് പാറ്റേൺസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കാഷ്വൽ ഫോമിൽ യൂസ് ചെയ്യാം, ചെറിയൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാം. യോക്ക് പോർഷൻ നല്ല ഹെവി ആയിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല ഈ ടൈപ്പ് പാറ്റേൺസ് ഒക്കെ വളരെ ഫാസ്റ്റ് മൂവിങ് ആണ്. നമ്മൾ കൂടുതലും ഈ ടൈപ്പ് പാച്ച് വരുന്നത് നോർമൽ കോട്ടണിലാണ് കൂടുതൽ ചെയ്തേക്കുന്നത്. ഇക്കത്ത് കോട്ടണേ ചെയ്തിട്ടില്ല. വളരെ മൂവിങ് ആണ്, അത് എപ്പോഴും മൂവിങ് ആണ്. ഈ സമ്മർ ബേസ്ഡ് ടൈമിൽ എപ്പോഴും വരുന്ന ഐറ്റംസ് ആണ്. അപ്പോൾ ഇതാണ് ലുക്ക്. ഇത്രയും കളർ ഷെയ്ഡ്സ്. താഴെ ടാസൽസ് കൊടുത്തിട്ടുണ്ട്. വാട്സ്ആപ്പ് വഴി ഓർഡർ പ്ലേസ് ചെയ്യാം. 1395 പ്രൈസ്. താങ്ക് യു.